ഹലോ ഗായ്സ്, അത് കഴിഞ്ഞ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നത് വെഡ്ലാൻഡിലാണ് കേട്ടോ. ഈ സാരിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് ലിഫ്റ്റിൽ കയറി മുകളിലോട്ടാണ് വെഡ്ഡിങ് സെക്ഷൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് പോയിട്ട് അങ്ങനെ ഓരോ ഡ്രസ്സും എടുത്ത് വെച്ച് നോക്കുകയാണ്. അപ്പോൾ അത് ആദ്യം ഈ പച്ച തന്നെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അത് ഈ പച്ച ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെയുണ്ട് ഗായ്സ്. അപ്പം അത്യാവശ്യം കൊള്ളാമല്ലേ. നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും വേറെ ഇതെടുക്കാം. അങ്ങനെ വേറെ പല വെഡ്ഡിങ് സെക്ഷനൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കൺഫ്യൂഷൻ ആകും കേട്ടോ, ഏത് കളർ വേണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എന്ത് ഈ റെഡ് എടുത്ത് വെച്ച് ഈ കളർ എനിക്ക് നല്ല ചേരുന്നുണ്ടായിരുന്നു. പൊതുവേ ഈ കളർ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് കേട്ടോ. റെഡ് എന്ന് പറയുന്നത് ഒരു അട്രാക്ഷൻ ഉള്ളൊരു കളറാണ്. അപ്പോൾ ഈ അത് വെച്ചപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ചേരുന്നുമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കി. ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വേറൊരു കളർ എടുത്ത് ഇതെന്ത് കളറാണ്, ഒരു ലൈറ്റ് കളറാണിത്. അപ്പം അതേപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളർ വരുന്നൊരു ഇതാണ് എടുത്തത്. പിന്നെ ഇതും അതേപോലെ തന്നെ ഒരു ലൈറ്റ് കളറാണ്. പിന്നെ അത് കഴിഞ്ഞത് ഈ ഒരു ബ്ലൂ കളർ എടുത്തു കേട്ടോ. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലൂ കളറ് സ്റ്റോൺ വർക്കൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു റെഡ് തന്നെ വേറൊരു മോഡൽ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ എടുത്തിടുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് കൺഫ്യൂഷനായി പോകും കേട്ടോ. പിന്നെ നമ്മളെ ക്രോപ്പ് ടോപ്സ്, അത് കോളേജിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ അടിപൊളി സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് അതൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാരി, ഈ സൈഡിൽ ആ ബമ്മയ്ക്ക് ഇട്ടേക്കുന്ന ഈ ഒരു സാരി അടിപൊളിയായിരുന്നു കേട്ടോ. അത് പീസാണ്. പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് പറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതാ അതിൻ്റെ അപ്പുറത്തെ ടെൻഷനാണ് കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഏതെടുക്കണമെന്ന് അവർ എന്നെ കൂട്ടച്ചർച്ച നടക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഒരാളെ കുഞ്ഞായി പിടിച്ചു നിർത്തി ഡ്രസ്സ് അങ്ങോട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഓരോ ഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ കുഞ്ഞാക്ക് വേറൊരു ടെൻഷൻ, അങ്ങനെ പല ടെൻഷനിൽ നിൽക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അങ്ങ് നാണവും ചിരിയൊക്കെ വരുന്നുണ്ട് ഡ്രസ്സൊക്കെ ഏതെടുക്കണമെന്നുള്ളത്. അപ്പോൾ ബാക്കി എല്ലാവരും അവിടെ കൂട്ടച്ചർച്ച നടത്തുവാണ്, ഇത് വേണോ അത് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആകെ ഫുൾ എല്ലാവരും ടെൻഷനിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ കല്യാണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഷോൾ കൊണ്ട് ജസ്റ്റ് ഈ സ്ക്രീൻ ഒന്ന് തുടച്ചതാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ക്യാമറ വലിയൊരു പവറില്ല. അപ്പോൾ എല്ലാവരെയും ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്ന് പലരും പല രീതിയിൽ അവിടെ നിൽക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഐസവാവയൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കൂടെ, പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ നോമ്പിൻ്റെ സമയത്ത് പോയതുകൊണ്ട് തന്നെ നോയമ്പ് മുറിക്കാനുള്ള എല്ലാ സംവിധാനവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നോയമ്പൊക്കെ മുറിച്ച് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ലൈറ്റ് കണ്ടത് കേട്ടോ. ഇത് അടിപൊളിയാണ് കേട്ടോ കാണാൻ. വെഡ്ലാൻഡിൽ ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു ലൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ റേഡിയേഷൻ കാരണമാണ് ഞാൻ ഈ ക്യാമറ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പോലെ കാണുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ MK എന്നൊക്കെ വാങ്ങിച്ച് ഓരോരുത്തർക്കും ഓരോരോ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ പകുതി ഡ്രസ്സ് ഇവിടെ നിന്ന് എടുത്ത് നമ്മളത് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ കയറിയപ്പോഴത്തേക്ക് ഒരു വൈകിട്ടായെങ്കിലും നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് പാതിരാത്രിയായി ഗായ്സ്. അത്രയ്ക്കും നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ, വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ട് ഡ്രസ്സ് എടുക്കാൻ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൈമാവും നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് അങ്ങോട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ